സുൽത്താൻപേട്ടിലേക്കാണ് ഒരിക്കൽ കൂടി പോകുന്നത്. അവിടെ തനേഷ് തമ്പി തയ്യാറായി നിൽക്കുന്നുണ്ട്. തനേഷ്, ഇപ്പോൾ വിപിൻ സി വിജയനുള്ള മാത്തൂർ പഞ്ചായത്തിലെ ഒരു ബൂത്തിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്ന തത്സമയ ദൃശ്യങ്ങൾ. അവിടെ 100-ലധികം ആൾക്കാർ ഇപ്പോഴും വോട്ട് ചെയ്യാൻ ബാക്കിയുണ്ട്. ഈ 6 മണിക്കുള്ള ഔദ്യോഗിക സമയം അവസാനിച്ച ശേഷവും ഈ പോളിംഗ് ബൂത്തിനകത്ത് എത്തിയ ആൾക്കാർക്കാണ് ഇനിയും വോട്ട് ചെയ്യാൻ കഴിയുക. അത്തരത്തിൽ 2 സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായി പ്രത്യേക 2 ക്യൂകൾ അവിടെ നമുക്ക് കാണാം. അതിൽ അത്യാവശ്യം ആൾക്കാരുണ്ട്. ഇതുപോലെ ഈ മാത്തൂരിലല്ലാതെ മറ്റെവിടെയെങ്കിലും ഇടങ്ങളിൽ ഇനിയും പോൾ ചെയ്യാൻ ബാക്കിയുള്ള ആൾക്കാരുണ്ടോ? അത്തരം റിപ്പോർട്ടുകളുണ്ടോ? സുൽത്താൻപേട്ടിൽ നേരത്തെ തന്നെ മന്ദഗതിയിലായിരുന്നു പോളിംഗ്. രാവിലെ തൊട്ട് അവിടെ വലിയ തിരക്കൊന്നും ഒരു ഘട്ടത്തിലും ഉണ്ടായിരുന്നില്ല. ഏറ്റവും ഒടുവിൽ ഈ പറയുന്നത് പോലെ ഹരിദാസ് അവിടെ എത്തുമോ എന്ന കാര്യത്തിൽ മാത്രമായിരുന്നു ആകാംക്ഷ. അപ്പോൾ മാത്രമാണ് അല്പമെങ്കിലും അവിടെ ഒരു ബഹളമൊക്കെ ഉണ്ടായത്. അപ്പോൾ എന്താണ് നിലവിലെ സാഹചര്യം? ഇനി ഒരു 7 കൂടി നമുക്കൊരു അന്തിമ ചിത്രം, ഒരു ശതമാനം അത് നമുക്ക് ലഭിക്കുമോ? പോളിംഗ് ശതമാനം പ്രജിൻ, നഗരത്തിലെ ബൂത്തുകളിൽ പൊതുവെ വോട്ട് പോളിംഗ് കുറവായിരുന്നു. അത് കഴിഞ്ഞ തവണത്തെ ശതമാനത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ 5-6% കുറവ് നഗരമേഖലകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന അനൗദ്യോഗിക വിവരം. അതേസമയം മൊത്തത്തിൽ ഏതാണ്ട് ഒരു 3% കുറവുണ്ടാകുമെന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ കഴിഞ്ഞ 1.5 മാസമായി നീണ്ടുനിന്ന വലിയ പ്രചരണം, വീറും വാശിയുമുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾ, കൂറുമാറ്റങ്ങൾ, അങ്ങനെ ഒരു സിനിമാ കഥയെ വെല്ലുന്ന തരത്തിലുള്ള ഉദ്വേഗജനകമായ നിമിഷങ്ങളിലൂടെയാണ് പാലക്കാട്ടെ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗം കടന്നുപോയിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ചൂടും ചൂരുമൊക്കെ ഇവിടുത്തെ വോട്ടർമാരിലും എത്തിയിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ വോട്ടർമാർ ഈ പോളിംഗ് ദിവസം വളരെ ആവേശത്തോടു കൂടി പോളിംഗ് സ്റ്റേഷനുകളിലേക്ക് എത്തും, വോട്ട് രേഖപ്പെടുത്തുമെന്നൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത്. അതായത് മുന്നണികൾ പോലും പ്രതീക്ഷിച്ചിരുന്നത് ഇപ്പോഴത്തെ ഒരു ആവേശം വോട്ടായി മാറിയാൽ ഏതാണ്ട് 78-80% പോളിംഗ് രേഖപ്പെടുത്താനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതായിരുന്നു. പക്ഷേ ആ പ്രതീക്ഷകളൊക്കെ തകിടം മറിച്ചുകൊണ്ടാണ് കഴിഞ്ഞ തവണത്തിൽ നിന്ന് ഒരു 3-4% വോട്ടിംഗ് കുറഞ്ഞ് രേഖപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഇത് മുന്നണികളെ ശരിക്കും പറഞ്ഞാൽ ആശങ്കയിൽ ആഴ്ത്തുന്നുണ്ട്. എന്താണ് സംഭവിക്കുന്നത് എന്നത് സംബന്ധിച്ച കണക്കുകൂട്ടലുകൾ മുന്നണികൾ ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ രണ്ട് ഇടങ്ങളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തുന്നു. അതൊന്ന് കിഴക്കേത്തറ സ്കൂളിൽ നിന്നുള്ള, മറ്റൊന്ന് വെണ്ണക്കര. ഈ 2 ഇടങ്ങളിലും ഇപ്പോഴും ഈ പോളിംഗ് സമയം കഴിഞ്ഞിട്ടും വലിയ നീണ്ട നിരയുണ്ട് വോട്ടർമാരുടെ എന്ന് മനസ്സിലാക്കുന്നു. എന്താണ് അവിടുത്തെ സാഹചര്യം നോക്കാം. നമുക്കതൊന്ന് വെണ്ണക്കരയിലേക്ക് പോകാം. ഗോപി, അവിടെ നിഖിൽ പ്രമേഷ് ഉണ്ട്. നിഖിൽ, വെണ്ണക്കരയിലാണ് നേരത്തെ രാഹുൽ മാങ്കൂട്ടത്തിൽ UDF സ്ഥാനാർത്ഥി എത്തിയതും അവിടെ ചെറിയൊരു സംഘർഷാവസ്ഥയൊക്കെ ഉണ്ടായതും. ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ അവിടെ നീണ്ട നിരയുണ്ട് വോട്ടർമാരുടെ. എത്ര ആൾക്കാർ ക്യൂവിൽ നിൽക്കുന്നുണ്ട്? എപ്പോഴായിരിക്കും അവിടുത്തെ പോളിംഗ് പൂർത്തിയാവുക? പ്രജിൻ, ഗോപീകൃഷ്ണൻ, എന്തായാലും അല്പസമയം കൂടി ഇവിടുത്തെ പോളിംഗ് നടത്തേണ്ടി വരും. കാരണം ഇപ്പോൾ ക്യൂവിൽ നിൽക്കുന്ന ആളുകൾക്കെല്ലാം തന്നെ അവർക്ക് ഇതിനോടകം തന്നെ സ്ലിപ്പ് നൽകിയിട്ടുണ്ട്, ടോക്കൺ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് പൂർത്തിയായി. ഈ 6 മണിക്ക് മുൻപായി ക്യൂവിലുള്ള മുഴുവൻ പേരെയും വോട്ട് ചെയ്തിട്ട് മടക്കി അയക്കൂ എന്ന് അറിയിച്ചിരുന്നു. അതിനുശേഷമാണ് ഗേറ്റ് അടച്ചത്. അതുകൊണ്ട് തന്നെ ഈ 2 ക്യൂകളിലും, അതായത് സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും ക്യൂകളിൽ ആളുകളുണ്ട്. അവർക്കെല്ലാം തന്നെ ടോക്കൺ നൽകിയിട്ടുമുണ്ട്. വോട്ടെടുപ്പ് ഇപ്പോഴും പുരോഗമിക്കുകയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഒരു സംഘർഷ സമാനമായ സാഹചര്യം അല്പസമയം മുൻപുണ്ടായ അതേ ബൂത്താണ്, 48-ാം നമ്പർ ബൂത്താണ് ഇത്. അവിടെയാണ് ഇപ്പോൾ ഈ ക്യൂ കാണാൻ കഴിയുന്നത്. പോളിംഗ് സമയം കഴിഞ്ഞിട്ടും ആളുകൾ എത്തിച്ചേരുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും കഴിഞ്ഞ തവണത്തെ പോളിംഗ് ശതമാനത്തിലേക്ക് ഇത്തവണ എത്താൻ സാധ്യത വളരെ കുറവാണ് എന്നുള്ളതാണ് നമുക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം മുൻ തെരഞ്ഞെടുപ്പുകളിലൊക്കെ നമ്മൾ കണ്ടത് അതിരാവിലെ നല്ല തിരക്കുണ്ടാകുന്നു, പിന്നീട് ഉച്ചയോടുകൂടി ആളുകൾ പിൻവാങ്ങുന്നു. വൈകിട്ട് ഈ അവസാന നിമിഷങ്ങളിൽ കൂടുതൽ ആളുകൾ എത്തിച്ചേർന്ന് വോട്ട് രേഖപ്പെടുത്തുന്ന ഒരു പതിവാണ് പാലക്കാട് ഉണ്ടായിരുന്നതെങ്കിൽ ഇത്തവണ തുടക്കം മുതൽ തന്നെ മന്ദഗതിയിലായിരുന്നു കാര്യങ്ങൾ.